കൊണ്ടുവന്ന് തരികയാണ് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെന്ന് അവർക്കറിയാം, യാത്രയിലാണെന്നറിയാം. നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിനായിട്ട് ഒരു ഒരു ബന്ധം ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് കളക്ഷൻ പോയ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മളൊരു സഹപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ. ആളെ വണ്ടിയൊക്കെ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി അവിടെ നമ്മൾ പിക്ക് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ ഉള്ള ഉം. കൃത്യമായ മൂപ്പർക്ക് നമ്മൾ വരുന്നുണ്ട് നേരത്തെ അറിയിച്ചിരുന്നു. ആ, അപ്പോൾ അതിനനുസരിച്ചുള്ള ആസൂത്രണം ചെയ്ത് ഓക്കെ. നമ്മൾ ഓരോ ആളുകളെ പോയി കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനുള്ള ഒരു ഫണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ ഇല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ എടുത്തു തരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ ചെറിയൊരു നീരസം പ്രകടിപ്പിച്ചവരും ഉണ്ട്. ഒരു പക്ഷേ അവരുടെ സാഹചര്യം ആയിരിക്കാം. എന്തായാലും അങ്ങനത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞുകൊണ്ട് ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ പിന്നെ 12 ഈ സഹോദരൻ വർക്ക് ചെയ്യുന്ന പള്ളിയിൽ 1 മണിക്കാണ് ളുഹർ നമസ്കാരം. അപ്പോൾ ആ 1 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം പള്ളിക്ക് തന്നെ. ആ പള്ളിക്ക് എത്താം, അതിൻ്റെ ഒരു പരിസരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു ആളെ പോയി കാണുന്ന സമയത്ത് അപ്പോൾ അവിടെ ചെന്ന് ആൾ വളരെ എന്താ പറയുക ഹൃദ്യമായിട്ട് നമ്മളെ സ്വീകരിച്ചിരുത്തി. നമ്മളവിടെ കസേരയിലിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുപോയ ആൾ നമ്മളെ പരിചയപ്പെടുത്തി. അവരിങ്ങനെ ഒരാവശ്യത്തിനാണ് വന്നിട്ടുള്ളത്, നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇത്രയും സമയമായപ്പോഴേക്ക് തന്നെ അവരൊരു സർവൻ്റ് ഉണ്ട്, അവർ വന്നിട്ട് ഇച്ചാനെ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അവർ പോയിട്ട് അവൾ എണീറ്റ് പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആൾ ജ്യൂസും പിന്നെ നട്ട്സും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു സംസാരിക്കുകയാണ്. സംസാരിച്ച് വിഷയം പറഞ്ഞപ്പോൾ മൂപ്പർക്ക് സംഗതി ബോധ്യപ്പെട്ടു. അപ്പോൾ അവർക്കും അവരുടെ പ്രദേശങ്ങളിലൊക്കെ പല പള്ളികളുടെയൊക്കെ പണി നടക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ള സാഹചര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാമെന്നൊക്കെ ഉള്ളൊരു രീതിയിൽ സംസാരിച്ച് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വാച്ചൊക്കെ നോക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് പള്ളിക്ക് ജമാഅത്തിന് എത്തും ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കണം. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ഫോൺ വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നെയും ഇതുപോലെ ഈ സർവൻ്റ് വന്നിട്ട് ഇച്ചാനെ വിളിക്കുന്നുണ്ടാണ്. അപ്പോൾ പിന്നെ മൂപ്പര് വന്നിട്ട് നമുക്ക് ഉച്ചഭക്ഷണം റെഡി ആക്കണം അപ്പോൾ അവിടെ ആ വീട്ടിൽ. അപ്പോൾ നമുക്കതിൽ ഫീൽ ചെയ്തത് പലപ്പോഴും പിന്നെ നമ്മൾ ഒരാൾ വീട്ടിൽ വന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും നമുക്ക് എന്തെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക, എന്നാലും നിങ്ങൾ കഴിച്ചുക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടൊക്കെ ആരും ചിലപ്പോൾ ചില ആൾക്കാർ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ ഇവർ നമ്മളൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങൾ കഴിച്ചുക്കണമെന്നും ചോദിച്ചില്ല, നമുക്ക് ആ സാധനം കൊണ്ടുവന്ന് തരികയാണ് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെന്ന് അവർക്കറിയാം, യാത്രയിലാണെന്നറിയാം. അപ്പോൾ നമുക്കതിൽ സന്തോഷം തോന്നിയൊരു കാര്യം പിന്നെ ഇവിടെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് അടുക്കളയിലുള്ള ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ഭാര്യ കൃത്യമായിട്ട് എന്താണോ അവിടെ മാനേജ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കാം. അവർ അതിഥികൾ വരുമ്പോൾ അതാരായാലും അവരെ നന്നായിട്ട് സൽക്കരിച്ച് സന്തോഷത്തോടെ പറഞ്ഞയക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മളെ വീട്ടിൽ ആര് വന്നാലും നമുക്ക് അവിടെ ഉള്ളത് തരിക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അതിഥി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അതിന് സ്പെഷ്യലൊന്നുമില്ല, അത് വളരെ സിമ്പിൾ ഒരു കറിയും കൂട്ടാനും മീനുമാണ് നമുക്ക് തന്നത്. നമ്മളെ സംബന്ധിച്ച് ധാരാളമാണ്. കാരണം ഒരാളെ സംബന്ധിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കാനുള്ള നല്ല രുചിയുള്ള ഭക്ഷണം കാരണം നമ്മൾ മലപ്പുറംകാരാണ്. കാസർഗോഡ് ചെല്ലുമ്പോൾ അവിടുത്തെ രുചി നമുക്ക് വേറെ രീതിയിലാണല്ലോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ പല പല ആളുകളും ചിന്തിക്കുക ഇന്നിപ്പോൾ ഇതിക്ക് ചിക്കനൊന്നുമില്ല, അല്ലെങ്കിൽ ബീഫില്ല, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ അവർക്ക് അതിഥികൾ എന്നുള്ള രീതിയിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആണുങ്ങളെക്കാൾ ആശങ്ക പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുക പലപ്പോഴും. അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന അവർക്കാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്താൽ അവർക്ക് എന്താ തോന്നുന്നത്. പക്ഷേ ഇയാൾ ഒരു മടിയും കൂടാതെ അവർ പറഞ്ഞ അവർക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ മംഗലുണ്ട്, അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിപ്പിച്ച് തീറ്റിക്കണം. അപ്പോൾ ഭയങ്കര ഹൃദ്യമായ ഒരു സ്വീകരണം കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്കൊക്കെ ഇത് ചെയ്യാവുന്നുള്ളൂ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അത് നമ്മൾ അറിയുന്ന ആളാവാം, അറിയാത്ത ആളാവാം, അയാളുടെ ആ ഒരു അപ്പോഴത്തെ ഒരു സാഹചര്യവും സമയവും നോക്കി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം നമ്മളെ വീട്ടിൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തേക്ക് അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും സംതൃപ്തിയും വലിയ എന്താ പറയുക, അയാളുടെ മനസ്സ് നിറയാൻ അത് മതി എന്നല്ല, അയാളെ ട്രീറ്റ് ചെയ്യുന്ന രീതി മതിയാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ അതിഥികളെ ആദരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ ആരെങ്കിലും
വന്നു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ചിലയിടത്തുള്ള ഒരു സമീപനമാണ്. ഉം. അവർ ജീവിതത്തിൽ തിന്നാൻ കിട്ടാതെ നമ്മളെ അടുത്തേക്ക് വന്നതുപോലെ അല്ലേ, ആ ആ ഒരു ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് കൊടുത്തത്. അങ്ങനെ പിന്നെ കാണുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഇന്ന രൂപത്തിൽ അയാളെ സ്വീകരിക്കണം, അയാൾക്ക് ഇന്ന ഫുഡ് നൽകണം എന്ന്. പക്ഷെ നമ്മൾ ഒരു സഡൻ ഒരു പിന്നെ സമയത്ത് പെട്ടെന്നുള്ള ചില അതിഥികളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അവർ വന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉം. ആ വിഷയത്തിൽ അവരായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടുതൽ കണ്ടെത്തുന്നതിന് പകരം നമ്മൾ വേഗം എന്താ ചെയ്യുക, ഇയാൾ പിന്നെ ഒരാഴ്ച പട്ടിണി കിടന്നിട്ട് ഒന്നും വരുന്ന കിട്ടാതെ വന്നതുപോലെയുള്ള അതെ. ആ ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ഉം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റുകളാണ്. ആണ്. അതായത് അയാൾ എന്ത് തോന്നും, ഉം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഒരു മീനോടി വാങ്ങിയിട്ടില്ല ഉം. എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അവിടെ അതിനപ്പുറത്ത് നമ്മൾ കഴിക്കുന്ന എന്തായാലും നല്ല സാധനങ്ങളല്ലേ നമ്മൾ കഴിക്കുള്ളൂ, നമ്മൾ വീട്ടുകാർ വീട്ടിൽ അതെ. അല്ലേ. അപ്പോൾ ആ സാധനങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് വരുമ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കുക. പിന്നെ വന്ന ആവശ്യങ്ങൾ എന്താണോ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഭക്ഷണത്തിന് അവിടെ അതവരുടെ സിസ്റ്റം ആയിരിക്കാം, ഉം. അത്രയും പ്രാധാന്യം കൊടുത്തു. ഉം. അതിൻ്റെ അപ്പുറത്ത് വന്നതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, ഉം. അതിനെ നമ്മളെ കൊണ്ട് എത്രത്തോളം ആ ഉദ്ദേശം നടപ്പിലാക്കാൻ സഹായിക്കാൻ പറ്റുമോ പറ്റുമോ? എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ട്, ഉം. മറ്റേത് നമ്മൾ ജസ്റ്റ് ആ ഒരു സമയത്ത് എത്തിയത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കഴിക്കുന്നത് ആ ഒരു അർത്ഥത്തിലേ കാണണ്ടേ ഉള്ളൂ. കണ്ടു. പിന്നെ ഇന്നിപ്പോൾ പൊതുവേ ഈ വീടുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ കയറി ചെല്ലലുകൾ ഒക്കെ കുറഞ്ഞു പോയൊരു പൊതുവെ കുറവാണ്. കാലഘട്ടമാണ്. അതെ. ഇത്തരം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആളുകൾ പരസ്പരം സന്ദർശകരായിട്ടും അല്ലെങ്കിൽ വിസിറ്റേഴ്സായി അവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു പിന്നെ ആതിഥേയത്വം അല്ലേ, അതിനെ തീർച്ചയായിട്ടും. നമ്മൾ നമ്മുടെ വീടുകളിൽ മറ്റുള്ളവർ വരുമ്പോഴും അതിനെയും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്, പരിഗണിക്കുക എന്നുള്ളതാണ്, ഉള്ളത് കൊണ്ട് നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ വെച്ചാലേ പിന്നെ ഞങ്ങൾ പോയ ഉദ്ദേശം ഫണ്ട് കളക്ഷനാണ്. യെസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പലപ്പോഴും പല ആൾക്കാർക്കും അത്ര ദഹിച്ചോളണമെന്നില്ല. അതെ ഒന്ന് രണ്ട്, അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ കൂടെയുള്ള നമ്മളൊരു മുതിർന്ന സഹോദരൻ പറഞ്ഞത് സത്യത്തിൽ ആൾക്ക് അതിൻ്റെ അയാൾ വിചാരിച്ചേക്ക അള്ളാഹു അയാൾക്കൊരു അവസരം കൊടുക്കണം നമ്മൾ ചെല്ലുന്നതിലൂടെ. യെസ്. ഒന്ന് അയാൾ നമ്മളെ ഒരു ദീനി സംരംഭത്തിന് പള്ളിക്ക് മദ്രസിന് വേണ്ടിയുള്ള ഫണ്ട് തന്നാൽ അത് അയാൾക്ക് നാളെ സ്വർഗത്തിൽ വലിയൊരു അതെ പ്രതിഫലം കിട്ടാനുള്ള അനുഭവം. രണ്ട്, നമ്മൾ അയാളെ അതിഥിയായിട്ട് ചെന്ന ഒരു ഫീൽ അയാൾക്ക് കിട്ടി, അയാൾക്ക് നമ്മൾ അതെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ രണ്ട് തരത്തിലും അയാൾക്ക് കൂലി കിട്ടുന്ന ഒരു കൂലി കിട്ടും. സന്തോഷം ആളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതെ. മനസ്സിലായത്. മൂപ്പരുടെ ആ ഒരു പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇത്തരം സംഗതികൾ, അതായത് ഇപ്പോൾ ഒരു പള്ളി മദ്രസ അത് കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ നമ്മളെ ഖുർആൻ ക്ലാസ്സുകൾ, ഈ പറഞ്ഞ ഫാമിലി മീറ്റുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടി തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ സംഘടനാ തലത്തിൽ, അതായത് ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അത് ആളുകൾ വരൂലേ, ഇതിലേക്ക് ആളുകൾ എത്രത്തോളം വരും എന്നുള്ള ആ ഒരു ആശങ്ക വളരെ വലുതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്താണ്, ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന ചിലവുകൾ, കാര്യങ്ങൾ, അത് അതിലേറെ ആശങ്കകളാണ്. കാരണം ഇത് എല്ലാ മാസവും തുടർന്ന് പോകേണ്ട ഒരു പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ജോലിയുടെ ആവശ്യാർത്ഥം ചിലപ്പോൾ സ്ഥിരമായിട്ട് മറ്റു സ്ഥലങ്ങളിലോ വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്തരം പ്രോഗ്രാമുകൾ നാട്ടിലുണ്ട് എന്ന് അറിയുമ്പോഴേക്ക് എനിക്ക് ഏതായാലും ശരീരം കൊണ്ട് അവിടെ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്നൊരു സംഖ്യ ഞാൻ കൊടുക്കണമെന്ന് നിയത്താക്കുക. ചില ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതായത് ഞാനേതായാലും ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനൊക്കെ സ്കിപ്പാവും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറാതെ, അതിപ്പോൾ ഏത് വിഷയം ആയിക്കോട്ടെ, നമുക്ക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ പൈസയാണല്ലോ, എല്ലാത്തിനും അടിസ്ഥാനം പണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു വീതം അതിലേക്ക് അറിയിക്കുക, അല്ലേ, എൻ്റെ ഇത്ര നിങ്ങൾ കരുതിക്കോളും, എനിക്ക് ഏതായാലും വരാൻ കഴിയില്ലട്ടോ എന്നുള്ള അത് പറയുമ്പോൾ ആ സംഘാടകർക്ക് ഉണ്ടാകുന്ന ഒരു അതിന്റെ ഭാഗമാകാൻ കഴിയും. അതെ, ആ ഒരു സന്തോഷം വേറെ വലുത് തന്നെയാണ്.